Assalamu alaikum. Welcome back to Jashis CookBook. Jashis CookBookിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനാഗ്രാസ് അല്ലെങ്കിൽ ജെലാറ്റിനൊക്കെ ചേർത്ത് പാർട്ടിക്കും മറ്റ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പുഡിംഗ് നല്ലപോലെ സെറ്റായി വരുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഈ ഒരു മെത്തേഡിൽ ഞാൻ പറയുന്ന കറക്റ്റ് അളവിൽ പുഡിംഗ് ഉണ്ടാക്കി നോക്കൂ. എത്ര കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിലും തീർച്ചയായും നല്ല പെർഫെക്റ്റായി നിങ്ങൾക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിന്ന് അവോക്കാഡോ വെച്ചിട്ടുള്ള പുഡിംഗാണ് കാണിക്കുന്നത്. അവോക്കാഡോയുടെ കൂടെ ഞാനിതിൽ സാഗോ സീഡ്, അതായത് നമ്മുടെ സാബുനരി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചൈനാഗ്രാസ് 10 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ചൈനാഗ്രാസ് കുതിർക്കേണ്ടത്. 30 ഗ്രാം ചൈനാഗ്രാസാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി പുഡിംഗ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ചൈനാഗ്രാസ് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് അവോക്കാഡോയും പാലും ചേർത്തൊന്ന് അടിച്ചെടുക്കാം. 3 വലിയ അവോക്കാഡോ ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ അവോക്കാഡോയും 1/2 ലിറ്റർ പാലും 1/2 ടിൻ മിൽക്ക് മെയ്ഡും ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. മൊത്തം 3 ലിറ്റർ പാലാണ് ഈ പുഡിങ്ങിലേക്ക് നമ്മൾ ചേർക്കുന്നത്. അതിൽ നിന്നും 1/2 ലിറ്റർ പാൽ ഉപയോഗിച്ചാണ് അവോക്കാഡോ അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ലൂസായിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള പാലോ വെള്ളമോ എന്തോ ആവട്ടെ നമ്മൾ പുഡിങ്ങിലേക്ക് ചേർക്കുന്നത് അതിൻ്റെ അളവിലാണ് ചൈനാഗ്രാസ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് 1 ലിറ്റർ പാലിന് 10 ഗ്രാം എന്ന കണക്കിൽ 3 ലിറ്റർ പാലിന് 30 ഗ്രാം ചൈനാഗ്രാസ് എടുത്തിട്ടുള്ളത്. പിന്നെ ചൈനാഗ്രാസിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം നന്നായി അബ്സോർബ് ആവുന്നത് കൊണ്ട് ആ വെള്ളത്തിൻ്റെ അളവ് ചൈനാഗ്രാസ് എടുക്കുമ്പോൾ ഞാൻ കൂട്ടിയിട്ടില്ല. ഇനി 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുതിർത്ത് വെച്ച് ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കണം. അത് മെൽറ്റ് ആവുന്നത് വരെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. മറ്റൊരു പാത്രത്തിൽ നമുക്ക് സാബുനരി വേവിക്കാനുള്ള വെള്ളം വെക്കണം. കുറച്ചധികം വെള്ളം വയ്ക്കുക, എന്നാൽ മാത്രമേ അത് ഒട്ടിപ്പിടിക്കാതെ കിട്ടൂ. വെള്ളം തിളച്ച് വന്ന സാബുനരി ചേർത്ത് കൊടുക്കണം. 2 കപ്പ് സാബുനരി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചൈനാഗ്രാസ് എല്ലാം നന്നായി മെൽറ്റായി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അവോക്കാഡോയും ബാക്കി അതിലേക്ക് ചേർക്കേണ്ട 2 ലിറ്റർ പാലും ചേർത്ത് കൊടുക്കണം. പാല് അവോക്കാഡോ അടിച്ച മിക്സിയിലേക്ക് ഒഴിച്ച് ഒന്ന് കുലുക്കിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 ടിൻ മിൽക്ക് മെയ്ഡും 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ക്വാണ്ടിറ്റി അധികം ഉള്ളത് കൊണ്ടാണ് ഇത്ര അധികം മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ ചേർക്കുന്നത്. അത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ സാബുനരി വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പശ കാരണം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. അതിലെ വെള്ളം നന്നായി വാർന്നതിന് ശേഷം നമുക്കത് പുഡിംഗ് മിക്സിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മുടെ പുഡിങ്ങിലേക്ക് ബദാം ചേർക്കുന്നതിനായി പെട്ടെന്ന് തൊലി കളഞ്ഞു കിട്ടാൻ ബദാമിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം തൊലി കളഞ്ഞ് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ പുഡിംഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് ചൂടാറിയാൽ നമുക്കത് പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ബട്ടർ സ്കോച്ച് സോസും ക്രഷ് ചെയ്ത കാരമലൈസ്ഡ് കാഷ്യൂ ഒക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അവോക്കാഡോയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട് വെച്ചിട്ട് സെയിം മെത്തേഡ് ഉണ്ടാക്കി നോക്കാം. 1 ലിറ്റർ പാൽ വെച്ചുണ്ടാക്കേണ്ട പുഡിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്.
ജലാറ്റിൻ വെച്ചുണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ റെസിപ്പിയും ഇൻഷാ അല്ലാ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.